പത്തനംതിട്ട ജില്ല. കൊല്ലം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളുടെ ഭാഗങ്ങൾ ചേർന്നാണ് പത്തനംതിട്ട ജില്ല രൂപവൽക്കരിച്ചത്. ജില്ലയുടെ രൂപവൽക്കരണത്തിന് മുൻകൈയെടുത്ത കേരള നിയമസഭയിലെ അംഗമാണ് കെ നായർ. 1982 പത്തനംതിട്ട ജില്ല നിലവിൽ വന്നത്. കേരളത്തിലെ 13ാമത്തെ ജില്ലയാണ് പത്തനംതിട്ട. പരുമല ദ്വീപ് പത്തനംതിട്ട ജില്ലയിലാണ്. ആറന്മുള വള്ളസദ്യ നടക്കുന്നത് പത്തനംതിട്ടയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട. പരുമല പെരുന്നാൾ നടക്കുന്നതും പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ പ്രസിദ്ധമായ ഹിന്ദുമത സമ്മേളനം നടക്കുന്ന സ്ഥലമാണ് ചെറുകോൽപ്പുഴ. ചെങ്ങറ ഭൂസമരം നടന്നതും പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ നാടൻ കലാരൂപമാണ് പടയണി. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനമായി അറിയപ്പെടുന്നത് ആറന്മുളയാണ്. പമ്പ നദിയുടെ തീരത്താണ് ആറന്മുള. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമാണ് മാരാമൺ കൺവെൻഷൻ. ഇത് സംഘടിപ്പിക്കുന്നത് മാർത്തോമാ സഭയാണ്. 1895 ആദ്യ മാരാമൺ കൺവെൻഷൻ നടന്നത്. ഓർമ്മ പെരുന്നാൾ എന്ന ആഘോഷം നടക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ദേവാലയമാണ് മാർ ഗ്രിഗോറിയസ് ചർച്ച്. ആനക്കൂടിന് പ്രസിദ്ധമായ പത്തനംതിട്ട ജില്ലയിലെ സ്ഥലമാണ് കോന്നി. കേരളത്തിൽ നിന്ന് ആദ്യമായി ഭൗമസൂചക പദവി ലഭിച്ച ഉൽപ്പന്നമാണ് ആറന്മുള കണ്ണാടി. ഇത് നിർമ്മിക്കുന്നത് ലോഹക്കൂട്ട് ഉപയോഗിച്ചാണ്. കേരളത്തിലെ ഏക പക്ഷിരോഗ നിർണയ ലാബ് സ്ഥിതി ചെയ്യുന്നത് മാഞ്ഞാടി എന്ന സ്ഥലത്താണ്. റാന്നി താലൂക്കിലാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗ ഗ്രാമമാണ് കുന്നന്താനം. സഹകരണ വകുപ്പും ഫിഷറീസ് വകുപ്പും സംയുക്തമായി സംസ്ഥാനത്തെ ആദ്യത്തെ സഹകരണ സീ ഫുഡ് ഹോട്ടൽ സ്ഥാപിച്ചത് അടൂരിലാണ്. പത്തനംതിട്ട ജില്ലയുടെ ആസ്ഥാനം അച്ഛൻ കോവിലാറിന്റെ തീരത്താണ്. ടി പി ഗോപാലപിള്ള മഹാത്മാഗാന്ധി ആശ്രമം സ്ഥാപിച്ചത് ഇലന്തൂരിലാണ്. മഞ്ഞനിക്കര തീർത്ഥാടന കേന്ദ്രം പത്തനംതിട്ട ജില്ലയിലാണ്. പന്തളം പട്ടണം ചുറ്റി ഒഴുകുന്ന നദിയാണ് അച്ഛൻ കോവിലാർ. കേരളത്തിലെ കടൽത്തീരമില്ലാത്ത ജില്ലകളിൽ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കഥകളി ഗ്രാമമാണ് അയിരൂർ. കേരളത്തിൽ റെയിൽപാതയുള്ള ജില്ലകളിൽ ഏറ്റവും കുറച്ച് പാതയുള്ള ജില്ല പത്തനംതിട്ടയാണ്. ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ തിരുവല്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ പഞ്ചസാര മില്ലാണ് നിരണത്തെ പമ്പ ഷുഗർ മിൽ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടമാണ് ശബരിമലയിലെ മകരവിളക്ക് ഉത്സവം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടം കുംഭമേളയാണ്. തീർത്ഥാടന ടൂറിസത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ലയാണ് പത്തനംതിട്ട. വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ചരൽക്കുന്ന് പത്തനംതിട്ട ജില്ലയിലാണ്. ആനയുടെ അസ്ഥികൾ മുഴുവൻ പ്രദർശിപ്പിച്ചിരിക്കുന്ന മ്യൂസിയമാണ് ഗബി മ്യൂസിയം. മാർത്തോമ സഭയുടെ ആസ്ഥാനം തിരുവല്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥാപിച്ചിരിക്കുന്നത് ആറന്മുളയിലാണ്. അയ്യപ്പ ഭക്തർ പവിത്രമായി കണക്കാക്കുന്ന ത്രിവേണിയിൽ സംഗമിക്കുന്ന നദികളാണ് പമ്പ, കല്ലാർ, ഞുണങ്ങാർ എന്നിവ. മണിമലയാറും അച്ഛൻ കോവിലാറും സംഗമിക്കുന്ന സ്ഥലമാണ് നിരണം. പന്തളം രാജ്യത്തെ തിരുവിതാംകൂറിൽ ചേർത്ത വർഷം 1820. പത്തനംതിട്ട ജില്ലയുടെ ആസ്ഥാനം അച്ഛൻ കോവിലാറിന്റെ തീരത്താണ്. പാണ്ഡ്യരാജ്യത്ത് നിന്ന് കേരളത്തിലെത്തിയ രാജവംശങ്ങളാണ് പന്തളം രാജവംശവും പൂഞ്ഞാർ രാജവംശവും.
അച്ചൻകോവിൽ പ്രദേശത്ത് രൂപം കൊണ്ട ഒരു അനുഷ്ഠാന കലാരൂപമാണ് കോവിൽ നൃത്തം. കായംകുളം കൊച്ചുണ്ണിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് കോഴഞ്ചേരിക്കടുത്തുള്ള എടപ്പാറ മലദേവർനട ക്ഷേത്രം. ശ്രീകൃഷ്ണന്റെ വിശ്വരൂപ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. വയൽ വാണിഭം എന്ന വിപുലമായ കാർഷിക വ്യാപാരമേളയ്ക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് ഓമല്ലൂർ.